അമേരിക്കയിൽ ഒരു മനുഷ്യൻ ഒരു കൊലപാതകം എന്തോ കുറ്റം ചെയ്തു. കുറ്റം ചെയ്തിട്ട് ഇവനെ ജഡ്ജി വിസ്താരമല്ല ചെയ്തപ്പം മുഴുവൻ ഇവനെതിരാ, സകല തെളിവിനെതിരാ. അവസാനം ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. 12 ഏതാണ്ട് പ്രമാദമായ കേസായതുകൊണ്ട് 12 ജഡ്ജിമാരുടെ ഒരു പാനലാണ് ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത്. അപ്പൊ ഈ 12 പേരുടെ പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഇവന്റെ തെറ്റിനെ. അപ്പൊ ഇതിനകത്ത് ഭൂരിപക്ഷം ഇവനെ തൂക്കണ്ടെന്ന് പറഞ്ഞാൽ തൂക്കണ്ട, പക്ഷെ 12 ജഡ്ജിമാർ ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഇവന് ആ പ്രതിക്കൂട്ടി എന്നിട്ട് പറഞ്ഞു, അവന്റെ ധൈര്യം കണ്ടോണം, നിനക്ക് കൊല്ലം പറയാനുണ്ടോ ചോദിച്ചു. ഇവൻ പറഞ്ഞു പറയാനുണ്ടോ. എന്താ പറയാൻ പറഞ്ഞു, നിങ്ങൾ 12 ജഡ്ജിമാരും മരിച്ചിട്ടല്ലാതെ ഞാൻ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. അവൻ ഡിക്ലെയർ ചെയ്താ, നിങ്ങൾ 12 ജഡ്ജിമാരും മരിച്ചിട്ട് മാത്രമേ ഞാൻ മരിക്കത്തുള്ളൂ പറഞ്ഞു. അവിടെ കോടതിയിലിരുന്ന കൊച്ചു പിള്ളേർ വരെ അങ്ങ് പൊട്ടിച്ചിരിച്ചു. പരിഹാസമല്ലേ പറഞ്ഞു. പിന്നെന്താ സംഭവിച്ചെന്നറിയാമോ? ഞാൻ പറഞ്ഞു, നീതിയുള്ളവന്റെ അധികാരമുണ്ട്, അവന്റെ വിശ്വാസം ഉറപ്പുമുണ്ട്. ഇവൻ സത്യം പറഞ്ഞ കുറ്റക്കാരനല്ലായിരുന്നു, ഇത് ഇവനറിയാം, പക്ഷെ തെളിവല്ല ഇവനെതിരാണ്. ഇവൻ പറഞ്ഞു, നിങ്ങൾ ഏതായാലും ശരി, നിങ്ങൾ മരിച്ചിട്ടല്ല, നിങ്ങൾ വിധിച്ചാൽ ഞാൻ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. അവസാനം ഇവനെ തൂക്കിക്കൊല്ലാൻ അറിയിച്ചിരിക്കുന്നത്. ഇവനെ ഇത് നടന്ന സംഭവം. ഇവനെ ആദ്യം തൂക്കയിലിട്ടപ്പം ഈ തൂക്കയിലൊട്ടി ഇവനങ്ങ് വീണു, താഴെ വീണു, ചത്തില്ല. ഈ തൂക്കേറെ വീണിട്ട് പിന്നെ ഇവനെ തൂക്കിക്കൊള്ളണമെങ്കിൽ ഇവന്റെ ഹോസ്പിറ്റലിലും കൊണ്ട് ഇവന് പൂർണ്ണ ആരോഗ്യം ഉണ്ടായിട്ട് തൂക്കിക്കൊള്ളുന്നു. എന്നിട്ട് ഇവനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പൊ പരിക്കൊക്കെ പറ്റിക്കാണ് ഇവനെ എടുത്തുകൊണ്ട് പോയി പൂർണ്ണ ചികിത്സ കൊടുത്തിട്ട് കുറച്ചു നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഇവനെ തൂക്കാൻ വിധിച്ചു. ആ തൂക്കാൻ വിധിച്ച ദിവസം അതിപ്പോ ഞാൻ ഓർക്കില്ല, എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ ഭയങ്കര മാനസിക സംഘർഷം. അതറിയാമോ? ഇപ്പൊ ഇന്ന് രാവിലെ എന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ എന്റെ മാനസിക സംഘർഷം, ഇന്ന് തൂക്കാൻ വിധിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചതിന് തുല്യമായില്ലേ, അന്ന് തൂക്കാൻ പറ്റിയില്ലെങ്കിൽ. അപ്പൊ 2ാമത്തെ ദിവസവും എന്തോ പ്രശ്നത്തിൽ ഇവന്റെ മരണശിക്ഷ നടന്നില്ല. പിന്നെ ഇവനെ വെച്ചപ്പോൾ ജനം ഇറങ്ങിയിട്ട് പറഞ്ഞു ഇവനെ ഇനി കൊല്ലാൻ പറ്റുന്നത്. കാരണം ഇവൻ അനുഭവിച്ച കഷ്ടങ്ങൾ ജനം ഭയങ്കര സമരം ഉണ്ടാക്കി. ഇവനെ പിന്നെ തൂക്കയർ ഒഴിവാക്കിയിട്ട് ഇവനെ സാധാരണ തടവിലങ്ങാണ്ട് കുറച്ച് നാൾ ഇട്ടെന്നാ എനിക്കറിയാം. ഞാൻ ഒത്തിരി വർഷങ്ങൾ മുമ്പ് വായിച്ചതാണ്, പക്ഷെ എവിടുന്ന് വായിച്ചത് ഇതൊന്ന് വീണ്ടും ഒന്ന് കണ്ടെത്തി പഠിക്കാൻ നോക്കിയിട്ട്. അപ്പൊ ഇങ്ങനെ പോയിട്ട് അവസാനം ഉണ്ടല്ലോ, ഇവനെ തൂക്കാൻ വിധിച്ച ഓരോ ജഡ്ജിമാരും മരിച്ചു. അപ്പൊ കാലം കടന്നു പോവാം. 12ാമത്തെ ജഡ്ജി മരിച്ചതിന് ശേഷം ഈ മനുഷ്യൻ സ്വാഭാവികമായിട്ടാണ് മരിച്ചത്. സാറേ, ഏത് നിയമത്തിന് മേടാം നമ്മുടെ നീതി? പക്ഷെ നമ്മുടെ വിശ്വാസത്താൽ നമ്മുടെ ഡിക്ലെയർ ചെയ്യണം. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ പാപം ചെയ്തിട്ടില്ല. വിധിച്ചത് നിങ്ങളായിരിക്കാം, പക്ഷെ ഇതിന്റെ മേളിൽ വിധിക്കുന്ന വേറൊരുത്തരുണ്ട്. നിങ്ങളുടെ മേളിൽ അത്യുന്നതനായിരിക്കുന്ന ഒരുത്തരുണ്ട്, ഇവൻ അറിയാം. നിങ്ങൾ 12 പേര് മരിച്ചിട്ടും നോക്കിയേ, ലോകത്തിന്റെ പരിഹാസത്തിന്റെ മുമ്പിൽ ഇവൻ ധൈര്യത്തോടെ എന്തെങ്കിലും സംഭവം നടന്നു. അതുകൊണ്ടാണ് നീതിയോടെ നടക്കുന്ന ഒരു അധികാരമുണ്ട്.